ഇങ്ങനെ തുടങ്ങുകയല്ലേ, ഒരുപാട് നാളത്തെ ആഗ്രഹത്തിൽ ഒടുവിൽ തുടങ്ങിയ യൂട്യൂബ് ചാനലാണിത്. അപ്പോൾ നമുക്ക് കയ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൈപ്പയ്ക്ക പുളിയാണ്. പാലക്കാട്ടുകാർ പൊതുവേ പുളിങ്കറികളോട് ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കില്ലേ. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 2 കൈപ്പയ്ക്ക, 1/4 ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, 2 തക്കാളി, പുളി, പൊടികൾ, പിന്നെ തേങ്ങ, ഒരു തേങ്ങ അരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. പൊടികളായി നമ്മളിവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കുക്കിംഗ് തുടങ്ങല്ലേ. മൺചട്ടി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ വെന്തയം ഇടുക. ഉലുവ നന്നായി ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമ്മളതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി എടുത്തതാണ്. ആ വെളുത്തുള്ളി അത്യാവശ്യം മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും കൂടി ചേർക്കുകയാണ്. ആ ആഡ് ചെയ്ത ചെറിയുള്ളിയും പച്ചമുളകും നന്നായി ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് വേണ്ടി വതക്കുക. കാരണം ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ ഒന്ന് വതക്കി കൊടുക്കുക. അത് ബ്രൗൺ ഷെയ്ഡായ നമ്മൾ അരിഞ്ഞു വെച്ച കൈപ്പയ്ക്ക ഇതിലിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കൈപ്പയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ കൈപ്പയ്ക്ക ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് നേരം ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം കൈപ്പയ്ക്ക ഒന്ന് വതങ്ങി വരണം. കൈപ്പയ്ക്ക വതങ്ങി ഒരു ഏകദേശം ഒരു 5-6 മിനിറ്റിന് ആവശ്യമുണ്ട്. ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കത് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഒന്ന് 10 മിനിറ്റിന് ശേഷം കൈപ്പയ്ക്ക അത്യാവശ്യം ബ്രൗൺ ഷെയ്ഡായി. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എഗെയിൻ ഈ പൊടികളൊക്കെ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുന്ന വരെ പിന്നെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച 2 തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി വേവാൻ അത്ര സമയമൊന്നും വേണ്ട. ഒരു 2 മിനിറ്റ് ഈ തക്കാളി വേവാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കണം. അതിനുശേഷം തുറന്ന് നമുക്ക് നമ്മളെടുത്ത് വെച്ച കൈപ്പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈപ്പുളി ചേർക്കുമ്പോൾ നമ്മുടെ കൈപ്പയ്ക്കയിൽ കശപ്പൊന്ന് അകറ്റാൻ നമുക്ക് സാധിക്കും. ഇനി ഇതിൽ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് അത്യാവശ്യം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ആ തേങ്ങ അരച്ച ജാറിൽ തന്നെ നമുക്കൊരു ജാറ് വെള്ളം ചേർത്ത് കൊടുക്കാം. അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളിത് കറി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റണം. പുള്ളിക്കാരൻ നല്ല ബിസിയിലാണ്. ഇനി നമുക്ക് കറി ഒന്ന് നല്ലപോലെ വറ്റാൻ വേണ്ടി അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഈ കറി ഒന്ന് തുറന്ന് നോക്കുക. അത്യാവശ്യം നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇനിയും അത്യാവശ്യം നല്ലപോലെ കറി വറ്റാനുണ്ട്. എഗെയിൻ ഒരു 10 മിനിറ്റിന് ശേഷം കറി നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം.